ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ഐ ടി ബൈ SHK. അപ്പോൾ ഇന്ന് ഈ വിൻഡോസ് 11 അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയലിൽ നമുക്ക് ഫസ്റ്റ് തന്നെ വിൻഡോസ് സെറ്റിങ്സും വിൻഡോസ് കൺട്രോൾ പാനലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ എന്ന് അടിക്കുകയാണ്. അപ്പോൾ കൺട്രോൾ പാനൽ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിലും കൂടി പോവുകയാണ്. അപ്പോൾ ഈ കൺട്രോൾ പാനലും അതുപോലെ തന്നെ സെറ്റിങ്സുമാണ് രണ്ട് പ്രധാനപ്പെട്ട ടൂളുകളായി വരുന്നത്. നമ്മൾ ഈ വിൻഡോസ് 11 സെറ്റിങ്സുകൾ മാറ്റുവാൻ വേണ്ടിയിട്ട് കൺട്രോൾ പാനൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. വിൻഡോസ് 7, വിൻഡോസ് 10 എല്ലാത്തിലും ഉണ്ടായിരുന്ന കൺട്രോൾ പാനൽ. പക്ഷേ ഈ കൺട്രോൾ പാനലിൽ നിന്നും മൈക്രോസോഫ്റ്റ് പതിയെ ഓരോ ഓപ്ഷനുകളും റിമൂവ് ചെയ്തിട്ട് അത് ഈ സെറ്റിങ്സിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇനി പതിയെ ഇതൊക്കെ റിമൂവ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ കൺട്രോൾ പാനൽ ഒഴിവാക്കാനുള്ള ശ്രമമാണ് മൈക്രോസോഫ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ PC-യിൽ സെറ്റിങ്സ് ഒക്കെ മാറ്റുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വിൻഡോസ് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് ആയിരുന്നു വിൻഡോസ് 10 വരെ. ഇപ്പോൾ ഈ വിൻഡോസ് 11 വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾ ആപ്സിൽ പോവുകയാണ്. അതിനുശേഷം വരെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വിൻഡോസ് ടൂൾസ് എന്ന പേരിലാണ് ഇപ്പോൾ അത് അറിയപ്പെടുക. അപ്പോൾ നമുക്ക് വിൻഡോസ് ടൂൾ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ വിൻഡോസ് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് തന്നെയാണ് വിൻഡോസ് ടൂൾസിൻ്റെ ഉള്ളിലും ഓപ്ഷൻസ് വരുന്നത്. ഇത് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുകയല്ല. നമുക്കിന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വിക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ടൂൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ഓട്ടോമാറ്റ് എന്ന് പറഞ്ഞ പുതിയ ടൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൈക്രോസോഫ്റ്റ് അപ്ഡേറ്റ്സ് വരുന്നതോടുകൂടി പുതിയ ടൂളുകൾ കൂടി ഈ വിൻഡോസ് ടൂളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വിൻഡോസ് 11 അടുത്തായിട്ട് കമാൻഡ് പ്രോംപ്റ്റും അതുപോലെ തന്നെ പവർ ഷെല്ലും കൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ വിൻഡോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു വിൻഡോസ് ടെർമിനൽ കൂടി സപ്പോർട്ടഡ് ആണ്. അതിപ്പോൾ നിങ്ങളുടെ വിൻഡോസ് 11 വേർഷനിൽ വരുന്നതിൽ അപ്ഡേറ്റുകൾ വരുന്നത് കൂടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ വിൻഡോസ് ടെർമിനൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പ് ആയിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള, ഇപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തേർഡ് പാർട്ടി ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ്, അത് ഷെൽ സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ ബാഷ് സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ ലിനക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന സ്ക്രിപ്റ്റിംഗ് ടൂളുകൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കുവാൻ കഴിയും. ഇത് ഉപയോഗിച്ചുകൊണ്ട് വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലൈനക്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയും. ഇനി അടുത്തായിട്ട് വരുന്ന ഒരു ടൂൾ, നമുക്ക് പലപ്പോഴും PC റിക്കവർ ചെയ്യാനൊക്കെ വേണ്ടി വരുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് റിക്കവറി കൺസോളാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ PC ഒക്കെ ബൂട്ട് ചെയ്യാണ്ടൊക്കെ വരുമ്പോൾ ആ സ്ക്രീൻ നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഞാനിതോടെ ഫോഴ്സ്ഫുള്ളി അത് എടുക്കുവാൻ വേണ്ടിയിട്ട് ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ റീസ്റ്റാർട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഷിഫ്റ്റ് കൂടി അമർത്തി പിടിച്ചുകൊണ്ട് റീസ്റ്റാർട്ട് പറയുകയാണ്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് റിക്കവറി കൺസോളിലേക്ക് വരുന്നതാണ്. റിക്കവറി കൺസോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ PC റിക്കവറി കൺസോളിലേക്ക് റീബൂട്ടായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ ഓപ്ഷൻസ് എല്ലാം. ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ പിന്നീട് നല്ല രീതിയിൽ നോക്കുന്നതായിരിക്കും. ഇനി ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് ഒന്ന് കണ്ടിന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ PC-യിലേക്ക് ലോഗിൻ ചെയ്ത് വരുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു ടൂളും കൂടി നമ്മൾക്ക് വിൻഡോസ് റിക്കവർ ചെയ്യാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾ പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് വിൻഡോസ് നമുക്ക് ബൂട്ട് ചെയ്ത് വിൻഡോസ് ഡെസ്ക്ടോപ്പ് സ്ക്രീനിലേക്ക് വരുന്നില്ല, വിൻഡോസ് 11 വരുന്നില്ലെങ്കിൽ ഒരു റിക്കവറി ബൂട്ട് USB ഡ്രൈവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വിൻഡോസ് 11 റിക്കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്ന് നോക്കാം. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റിക്കവറി എന്ന് REC എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ റിക്കവറി ഡ്രൈവ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് റിക്കവറി ഡ്രൈവ് USB ഡ്രൈവ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ ഞാൻ യെസ് പറഞ്ഞതിന് ശേഷം ഇതിലിവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഒരു USB ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉള്ള ഒരു 40-50 GB ഒക്കെ സ്പേസ് ഉള്ള ഒരു USB ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്കിൻ്റെ ഉപയോഗം അനുസരിച്ചിരിക്കും. അതുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബാക്കപ്പ് സിസ്റ്റം ഫയൽസും പറഞ്ഞുകൊണ്ട് ഒരു റിക്കവറി USB ഡ്രൈവ് ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ടൂൾ നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് മൈക്രോസോഫ്റ്റ് സൈറ്റിൽ തന്നെ പോയിട്ട് ഇതുപോലെ വിൻഡോസ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് വിൻഡോസ് 11 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കാണിക്കുന്നത് ഡൗൺലോഡ് വിൻഡോസ് 11. അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഈ സൈറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വന്നാലും നമുക്ക് ഈ സൈറ്റിൽ നിന്ന് നമുക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മീഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ USB ഡ്രൈവിലേക്ക് വേണമെങ്കിൽ USB ഡ്രൈവിലേക്ക്, അല്ലെങ്കിൽ DVDയിലേക്ക് വേണമെങ്കിൽ DVDയിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതാണ് ഈ ഓപ്ഷൻ വരുന്നത്. അതുപോലെ തന്നെയാണ് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് ഇൻബിൽട്ടായിട്ട് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതും നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുമല്ല നമുക്ക് ISO ഫയലായിട്ട് ഇമേജ് ഫയലായിട്ട് വിൻഡോസ് 11 ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇനി നിങ്ങൾ ഇപ്പോൾ ഒരു സപ്പോർട്ട് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് സപ്പോർട്ട് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നിന്നും നമുക്ക് ഉള്ള ഡെസ്ക്ടോപ്പ് യൂസേഴ്സിൽ നിന്നും പലപ്പോഴും നിങ്ങൾക്ക് കോളുകൾ നിങ്ങളുടെ ഒന്നില്ലെങ്കിൽ കോൾ സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിലേക്കോ ഒക്കെ കോളുകൾ വന്നിട്ട് നിങ്ങൾക്ക് അത് ഫോർവേഡായി കിട്ടാവുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു എൻഡ് യൂസർ, അത് കമ്പ്യൂട്ടറിനെ കുറിച്ച് IT കുറിച്ച് അറിയാത്ത ഒരു എൻഡ് യൂസർ ആയിരിക്കും, ബിസിനസ് യൂസർ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അയാൾ ഒരു പ്രശ്നം നിങ്ങളോട് പറയുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ അതിന് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് 2-3 സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അതിന് ട്രബിൾ ഷൂട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് നോക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, യൂസറോട് ചോദിക്കേണ്ട ചോദ്യം, എന്താണ് നിങ്ങളുടെ PC-യിൽ അടുത്തിടെയായിട്ട് അല്ലെങ്കിൽ ഇന്ന് ചേഞ്ച് വന്നത് എന്നാണ് ചോദിക്കുന്നത്. പ്രശ്നം വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ചേഞ്ച് വന്നത്. ചിലപ്പോൾ വിൻഡോസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും, അല്ലെങ്കിൽ യൂസർക്ക് എന്തെങ്കിലും സെറ്റിങ്സ് മാറ്റുവാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഖാന്തരമായിരിക്കും പ്രശ്നങ്ങൾ വന്നിരിക്കുക. അപ്പോൾ അത് നമുക്ക് ചോദിച്ച് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ്, എപ്പോഴാണ് ഈ പ്രശ്നം വന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ചേഞ്ച് വന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചോദിക്കേണ്ടത്, എപ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങിയത്, അതായത് ആ പ്രശ്നം തുടങ്ങിയ കറക്റ്റ് സമയം നിങ്ങൾക്ക് അറിയാമോ, അല്ലെങ്കിൽ കറക്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞു തരൂ എന്നാണ് അടുത്തായിട്ട് നമ്മൾ ആ യൂസറോട് ചോദിക്കേണ്ടത്. ചിലപ്പോൾ ഇത് ആ യൂസർക്ക് മാത്രമുള്ള പ്രശ്നമായിരിക്കുകയില്ല, മറ്റ് യൂസേഴ്സിനും കൂടി ബാധിക്കുന്ന പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ആ ചേഞ്ച് എന്ന് പറയുന്നത് ഈ യൂസറുടെ PC-യിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം സോഫ്റ്റ്വെയറിനെ മാത്രം ബാധിക്കുന്ന ചേഞ്ച് ആയിരിക്കാം, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ യൂസേഴ്സിൻ്റെ സോഫ്റ്റ്വെയറിനെ ബാധിക്കാത്ത പ്രശ്നമായിരിക്കാം അത്. അപ്പോൾ അതിനോട് തുടർന്ന് തന്നെ നമുക്ക് അടുത്തായിട്ട് ചോദിക്കേണ്ടത്,
ഈ പ്രശ്നം നിങ്ങളുടെ പി സിയിൽ മാത്രമാണ് ഉള്ളത്, അതായത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന മറ്റ് യൂസറുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്കുണ്ടോ അതോ അടുത്ത വല്ല ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്കും കൂടി ഈ സെയിം പ്രശ്നം ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെയുള്ള അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെയുള്ള കമ്പനിയാണെങ്കിൽ ചിലപ്പോൾ പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് മാത്രമാണോ ഈ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് പ്രശ്നമുള്ളത് എന്ന് നമുക്ക് ആ പ്രശ്നത്തിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുവാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. അങ്ങനെ നമ്മൾ ഈ യൂസർ വിളിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ല ആ ഫോണിൻ്റെ മറ്റു ഭാഗത്തുള്ള ആ യൂസർക്ക് ഐ ടിയുമായിട്ട് എന്തെങ്കിലും അറിയുന്ന ആളാണോ, എന്തെങ്കിലും ടെക്നിക്കൽ നോളജുള്ള ആളാണോ എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ആ യൂസറോട് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനും വിശദീകരിച്ചുകൊണ്ട് ഇതാണ് സംഭവിച്ചത് അതാണ് സംഭവിച്ചത് എന്നുള്ളത്, അതായത് യെസ് ഓർ നോ വരാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ യൂസറോട് ചോദിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് ട്രബിൾ ഷൂട്ടിങ്ങിന് നല്ലത്. അല്ലാതെ ആളോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ടെക്നിക്കൽ അല്ലാത്ത രീതിയിൽ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഈ അഡ്മിൻ കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആ യൂസറോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ യൂസർക്കും ചിലപ്പോൾ അങ്ങനെ ടെക്നിക്കലായ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്ന ആളായിരിക്കില്ല. അപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി യെസ് ഓർ നോ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും.